ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഇത്തവണ മാറിയിരിക്കുന്ന 10ലെ അതേപോലെ 8, 6 ആയിരിക്കും മാറിയിരിക്കുന്നത്. അപ്പോൾ 10ലെ ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ചാപ്റ്ററാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അതായത് നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റി മുഴുവൻ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ വിപ്ലവങ്ങളെ പറ്റിയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാത്തിനെയും പറ്റിയും കുറേശ്ശെ കണ്ടന്റ് ആണ്. പക്ഷെ ഇത്തവണ ഫ്രഞ്ച് വിപ്ലവം മാത്രമാണ്. അത് നല്ല വിശദമായിട്ട് നല്ല അടിപൊളിയായിട്ട്, അതായത് എന്താണ് ഫ്രഞ്ച് വിപ്ലവം നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഐഡിയയും കിട്ടും. അപ്പം നമുക്ക് അതേപോലെ ഒത്തിരി പുതിയ ക്വസ്റ്റ്യനുള്ള സ്കോപ്പും ഈ ഒരു ചാപ്റ്ററിൽ നന്നായിട്ടുണ്ട്. ഒത്തിരി കണ്ടന്റുകളും ഉണ്ട്. അപ്പം നല്ല വൃത്തിയായിട്ട് സമാധാനപരമായിട്ട് ക്ലാസ് കേട്ട് നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതിൻ്റെ PDF വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഈ ഒരു ചാപ്റ്ററിൻ്റെ PDF ഇട്ടിരിക്കാം. അപ്പം നമുക്കൊന്ന് ക്ലാസ്സിലോട്ട് പോകാം. 1789 ജൂൺ 20 ഫ്രാൻസിന്റെ രാഷ്ട്രീയ സ്ഥിരാകേന്ദ്രവും യൂറോപ്പിലെ പ്രധാന നഗരങ്ങളിലൊന്നുമായിരുന്ന പാരീസ് മഴയിൽ കുതിർന്നിരിക്കുകയായിരുന്നു. എന്നാൽ പാരീസിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ തികച്ചും ചൂടേറിയതായിരുന്നു. ഫ്രഞ്ച് പാർലമെന്റായ എസ്റ്റേറ്റ്സ് ജനറലിന്റെ 3ാമത്തെ വിഭാഗത്തിന്റെ പ്രതിനിധികൾ പാർലമെന്റിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. അതിനെ തുടർന്ന് അവർ തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിൽ ജനങ്ങൾ പരമാധികാരമുള്ള ഒരു ലിഖിത ഭരണഘടന തയ്യാറാക്കുന്നതുവരെ പിരിഞ്ഞു പോകില്ലെന്നവർ പ്രതിജ്ഞയെടുത്തു. ഫ്രാൻസിന്റെയും യൂറോപ്പിന്റെയും പിൽക്കാല ചരിത്രത്തെ നിർണായകമാക്കാൻ സ്വാധീനിച്ച ജനമുന്നേറ്റത്തെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഫ്രാൻസിലെ എന്താണ് ടെന്നീസ് കോർട്ട് വിപ്ലവം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കാറുണ്ട്. എന്താണ് ഫ്രഞ്ച് റവല്യൂഷനാണ്. നമ്മുടെ SCRT PSC വേഴ്സസ് SCRT എന്ന് പറയുന്ന ഒരു സീരീസിലെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യം. അപ്പോൾ എന്താണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? PSCയുടെ ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഫ്രഞ്ച് വിപ്ലവമാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഫ്രാൻസിലെ സ്വേച്ഛാധിപത്യ ഭരണക്രമം. ഫ്രാൻസിൽ നിലനിന്നിരുന്ന സ്വേച്ഛാധിപത്യ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് എതിരായിരുന്നു ജനമുന്നേറ്റം ഉയർന്നു വന്നത്. പതിറ്റാണ്ടുകളായി ഫ്രാൻസ് ഭരിച്ചിരുന്നത് ബുർബൺ രാജവംശമായിരുന്നു. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്രാൻസിൽ ആരായിരുന്നു ഭരിച്ചത്? ബൂർബൺ രാജവംശം. ഇമ്പോർട്ടൻ്റ് ആണ് ബൂർബൺ രാജവംശം. ഈ രാജവംശത്തിലെ ഭരണാധികാരികളെല്ലാം പൊതുവെ സ്വേച്ഛാധിപതികളായിരുന്നു. രാജാധികാരം ദൈവദത്തമാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പൊ രാജാധികാരം ദൈവദത്തം, ഫ്രാൻസിലെ രാജാക്കന്മാർ വിചാരിച്ചിരുന്നത് അങ്ങനെയായിരുന്നു. എസ്റ്റേറ്റ്സ് ജനറൽ എന്ന പേരിൽ ഒരു പാർലമെന്റ് ഉണ്ടായിരുന്നു അവർക്ക്. എന്താണ് പാർലമെന്റിന്റെ പേരാണ് എസ്റ്റേറ്റ്സ് ജനറൽ. ദീർഘകാലമായി അത് വിളിച്ചു ചേർക്കാതെയാണ് ഭരണം നടത്തിയിരുന്നത്. 1614 അവസാനമായി പാർലമെന്റ് യോഗം ചേർന്നത്. അവസാനത്തെ യോഗം നടന്ന വർഷമാണ് 1614. ബൂർബൺ രാജാക്കന്മാരിൽ പ്രധാനിയായിരുന്നു ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ലൂയി 14. ഇതും PYQ ആണ്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരെന്ന് ചോദിക്കാറുണ്ട്. 14, 15, 16 എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. 14 ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത്. അപ്പൊ ഇത്രയും പോയിന്റ്സിൽ നമുക്ക് എന്തൊക്കെയായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്? ബുർബൺ രാജവംശം, അതേപോലെ അവിടുത്തെ പാർലമെന്റിന്റെ പേരാണ് എസ്റ്റേറ്റ്സ് ജനറൽ. അവസാനമായി വിളിച്ചു കൂട്ടിയത് 1614. അതിൽ പ്രധാനിയായിരുന്നു ആര്? ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ലൂയി 14. അപ്പൊ ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച രാജാവ് ചോദിക്കാറുണ്ട്. ലൂയി 14. ദൈവദത്താധികാര സിദ്ധാന്തം, ഡിവൈൻ റൈറ്റ് തിയറി, അതെന്താണെന്ന് അറിഞ്ഞിരിക്കണം. ദൈവദത്താധികാര സിദ്ധാന്തം അനുസരിച്ച് രാജാവ് ദൈവത്തിന്റെ പ്രതിനിധിയാണ്. രാജാക്കന്മാർക്ക് അവരുടെ അധികാരം ദൈവത്തിൽ നിന്നാണ് ലഭിച്ചത്. അതിനാൽ അവർ ജനങ്ങളോടല്ല ദൈവത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത്. സ്വേച്ഛാധിപത്യ ഭരണത്തെ പിന്തുണയ്ക്കുന്നവർ ഈ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചു. അപ്പൊ എന്താ, എനിക്ക് ജനങ്ങളോട് മറുപടി പറയേണ്ട ആവശ്യമില്ല. ജനങ്ങൾക്ക് ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ ദൈവത്തിനോട് പറഞ്ഞാൽ മതി, എനിക്ക് ജനങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ എന്താണ് ദൈവദത്താധികാര സിദ്ധാന്തം, ഡിവൈൻ റൈറ്റ് തിയറി എന്ന് പറയുന്നത്? എന്താണ്, രാജാവെന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രതിനിധിയാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഓക്കെ. ലൂയി 14 തുടർന്ന് അധികാരത്തിൽ വന്ന ലൂയി 15 കാലത്തെ അഴിമതിയും ധൂർത്തും അദ്ദേഹം തുടർച്ചയായി നടത്തിയ യുദ്ധങ്ങളും രാജ്യത്തെയും ജനങ്ങളെയും ദുരിതത്തിലാക്കി. 14 കഴിഞ്ഞു, 15 വന്നു, സെയിം അവസ്ഥ തന്നെയായിരുന്നു. തന്റെ ധൂർത്തിനായി പണം കണ്ടെത്താൻ അദ്ദേഹം ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ അടിച്ചേൽപ്പിച്ചു. ലൂയി 16 പിന്നീട് അധികാരത്തിലെത്തിയത്. അപ്പൊ 14 പറഞ്ഞു, 15, 16.
എന്നാൽ അദ്ദേഹം ഭരണകാര്യങ്ങളിൽ മതിയായ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. വിശ്വസ്തരായ മന്ത്രിമാരുടെ കൈകളിൽ രാജ്യം ഭദ്രമാണെന്ന് വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. രാജ്ഞിയായിരുന്ന മേരി അന്റോണിയറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടി എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? നമ്മുടെ ആ ഒരു ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയ കോഡ്സ് ആണ്. മേരി അന്റോണിയറ്റ് ഭരണകാര്യങ്ങളിൽ തുടർച്ചയായി ഇടപെട്ടിരുന്നു. രാജ്ഞിയുടെ ധാരാളിത്തവും ധൂർത്തും രാജാവ് കണ്ടില്ലെന്നടിച്ചു. ഇത് ജനങ്ങളിൽ അസംതൃപ്തി ഉളവാക്കി. അപ്പൊ 14-ാമൻ വന്നു, കുറെ ഇതൊക്കെ കാണിച്ചു. 15-ാമൻ വന്നു, കുറെ അഴിമതി കാണിച്ചു. 16-ാമൻ അധികാരത്തിൽ വന്നു. അദ്ദേഹം വിശ്വസിച്ച് എന്താ മന്ത്രിമാരെല്ലാം സെറ്റ് ആക്കിക്കോളൂ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിലോ മേരി അന്റോണിയറ്റും ഇതേപോലെ ധാരാളിയായിരുന്നു, ധൂർത്തൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാം കൂടി ജനങ്ങൾ ആകപ്പാടെ അസംതൃപ്തരായിരിക്കുന്ന സമയമാണ്. ഫ്രഞ്ച് സാമൂഹ്യ സ്ഥിതി: പ്രഭുക്കൾ യുദ്ധം ചെയ്യുന്നു, പുരോഹിതർ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാർ നികുതി കൊടുക്കുന്നു. അതായിരുന്നു അവിടുത്തെ മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. അതായത് ഫ്രാൻസിലെ സാധാരണക്കാരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ചൊല്ലായിരുന്നു ഇത്. അതായത് 18-ാം നൂറ്റാണ്ട്, ഈ നൂറ്റാണ്ടൊക്കെ പഠിക്കണം കേട്ടോ, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഫത്ഹുൽ മുബീൻ അതായത് 16-ാം നൂറ്റാണ്ടിലാണ് അത് ഇറക്കിയത്. അപ്പൊ ഓപ്ഷൻ തന്നത് 17-ാം നൂറ്റാണ്ടില് ശരിയായ പ്രസ്താവന എന്നുള്ളതായിരുന്നു. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഈ നൂറ്റാണ്ടുകളൊക്കെ നന്നായിട്ട് പഠിക്കണം. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ട് വിഭജിച്ചിരുന്നു. പുരോഹിതർ 1-ാം എസ്റ്റേറ്റിലും, പ്രഭുക്കർ 2-ാം എസ്റ്റേറ്റിലും, സാധാരണക്കാർ 3-ാം എസ്റ്റേറ്റിലും. അങ്ങനെയായിരുന്നു ആ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നത്. 1-ാം എസ്റ്റേറ്റിൽ വന്നവരാണ് പുരോഹിതർ, അല്ലെ? നമുക്കറിയാം, വളരെ പ്രബലവും സമ്പന്നമായിരുന്നു ഫ്രാൻസിലെ കത്തോലിക്ക സഭ. ഭൂസ്വത്തിന്റെ വലിയൊരു ഭാഗവും സഭയുടെ ഉടമസ്ഥതയിലായിരുന്നു. പുരോഹിതരെ എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. മാത്രമല്ല അവർ സാധാരണക്കാരിൽ നിന്നും ടൈദ്, നമ്മൾ തിഥേന്ന് പഠിച്ച സാധനമാണ് ഇത്. ടൈദ് അതാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ. അങ്ങനെ ആയിരിക്കും. നമ്മൾ പഴയ ടെക്സ്റ്റ് ബുക്കിൽ തിഥേ എന്ന് വ്യക്തമായിട്ട് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എന്താ അതിന്റെ പേര്? ടൈദ്. അപ്പൊ നമ്മൾ ടൈദ് എന്ന് ഓപ്ഷനിൽ കാണുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, അത് തന്നെയാണ്, തിഥേ തന്നെയാണ് ടൈദ് എന്ന് പറയുന്നത് കേട്ടോ. നികുതി പിരിച്ചിരുന്നു. വിളവിന്റെ 10-1 നികുതിയായി നൽകേണ്ടത്. ഇത് സാധാരണ കർഷകർക്ക് പുരോഹിതരോട് വിരോധം തോന്നാനായിട്ട് ഇടയാക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ടൈദ്? അടുത്തത് പ്രഭുക്കൾ. അവരെ ആയിരുന്നു 2-ാം എസ്റ്റേറ്റില്. ഭരണരംഗത്തെ ഉയർന്ന സ്ഥാനങ്ങളും സൈന്യത്തിലെ ഉയർന്ന പദവികളും കൈയടക്കി വെച്ചിരുന്നത് പ്രഭുക്കന്മാരായിരുന്നു. ഇവർ ഭൂവുടമകൾ കൂടിയായിരുന്നു. ആഡംബര ജീവിതം നയിച്ചിരുന്ന പ്രഭുക്കൾ ജനങ്ങളിൽ നിന്ന് വിവിധ നികുതികൾ പിരിച്ചെടുത്തിരുന്നു. 1749 നിയമം അനുസരിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും തങ്ങളുടെ വരുമാനത്തിന്റെ 20-1 ഭാഗം സർക്കാരിലേക്ക് നേരിട്ട് നികുതിയായി നൽകണമായിരുന്നു. ഈ നികുതിയാണ് വോങ് തീയം എന്നറിയപ്പെട്ടു. വോങ് തീയം പുതിയ പേരാണ്, ഇതൊക്കെ പഠിച്ചു വെക്കണം. നമ്മൾ തിഥേ തൈലേ എന്ന് പറഞ്ഞ് 2 പഠിച്ചു. അപ്പൊ ഇവിടെ എന്താ, തിഥയ്ക്ക് പകരം ടൈഫ് വന്നു. പിന്നെ എന്താണ്? വോങ് തീയം, അതായത് പ്രഭുക്കന്മാർക്ക്. നോക്കിക്കേ, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? 10-1, വിളവിന്റെ 10-1 നികുതിയായിട്ട്. അപ്പൊ അടുത്ത നികുതി എന്താ? വിളവിനെ മൊത്തം 20 ഭാഗിച്ചാൽ അതിന്റെ ഒരു ഭാഗം എന്താണ്? സർക്കാരിലേക്ക് നേരിട്ട് നമ്മൾ നികുതിയായിട്ട് കൊടുക്കണം. ആ നികുതിയുടെ പേരാണ് വോങ് തീയം. ഇനി എന്താണ്? രാജാവിന് ഒരു ചെറിയ തുക മാത്രം നൽകി തന്ത്രപൂർവ്വം ആ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അപ്പൊ എന്താണ്? ആദ്യത്തെ 2 വിഭാഗങ്ങളും, അതായത് ആദ്യത്തെ നമ്മുടെ വിഭാഗക്കാരായിരിക്കായിരുന്നു, പുരോഹിതരും ഉണ്ടായിരുന്നു, പ്രഭുക്കന്മാരും ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്യും? ഇതെങ്ങനെ കറക്റ്റ് ആയിട്ടൊന്നുമല്ല, ഒരു ചെറിയൊരു എമൗണ്ട് കൊടുത്ത് നികുതി കൊടുക്കുന്നുണ്ടോ ഉണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു അവർക്ക്. തങ്ങളുടെ അവകാശങ്ങൾ നിലനിർത്തുന്നതിന് രാജവാഴ്ച എതിർക്കുന്നതിന് പുരോഹിതരും പ്രഭുക്കളും ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. ഇനി പ്രഭുക്കൾ സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്ന വിവിധ രീതികൾ, ഇതെല്ലാം പഠിക്കണേ. 1, 2, 3, 4, 5 തരം നികുതികളെ പറ്റിയാണ് പറയുന്നത്. നോക്കാം നമുക്ക്. കോവി. എന്താണ് കോവി എന്ന് പറഞ്ഞാൽ? ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കും. അതായത് ഞാൻ കാശൊന്നും തരില്ല, പക്ഷെ എന്താണ് 3-4 ദിവസം നമ്മൾ, അതെന്താണ്? അതൊരു അവകാശമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത് പ്രഭുക്കന്മാര്. അതിന് പറയുന്ന പേരാണ് എന്ത്? കോവി. കോവി എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണക്കാരെ കൊണ്ട് 3-4 ദിവസം കാശില്ലാതെ പണി ചെയ്യിപ്പിക്കണം. അടുത്തത് ബെനാലിറ്റി. എന്താണ് ബെനാലിറ്റി എന്ന് പറഞ്ഞാൽ? വീഞ്ഞു നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതിയും മുന്തിരിച്ചാറ്, റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായി ഉപയോഗിക്കേണ്ടി വരുന്നതിന്റെ വാടകയും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പൊ എന്താണത്? ബെനാലിറ്റി. വീഞ്ഞു നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന എന്താണ് നികുതിയൊക്കെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്ന് നോക്കിക്കേ. ബെൻവിൻ. എന്താണ് ബെൻവിൻ എന്ന് പറയുന്നത്? തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞിന് മേലുള്ള കുത്തക നികുതി. അപ്പൊ ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. വീഞ്ഞിന് മേലുള്ള നികുതി ബെൻവിനും, അതേപോലെ വീഞ്ഞ് നിർമ്മാണത്തിലെ ആ ഒരു അധികാരവും എന്താണ് അവയുടെ ഉടമസ്ഥയിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് വഴി കൊടുക്കേണ്ടതാണ് ബെനാലിറ്റി.
അടുത്തത് ബെൻവിൻ. ബെൻവിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തങ്ങളുടെ പ്രദേശ ഉൽപ്പാദിച്ച വീഞ്ഞിന് മേൽ കൊടുക്കേണ്ട നികുതിയാണ് ബെൻവിൻ. അടുത്തത് പിയേഷ്. പിയേഷ് എന്താണ്? പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കമാണ്. നമ്മൾ LP ഒക്കെ പഠിച്ചവർക്ക് അറിയാം, നമ്മുടെ പിയാഷെ അല്ലെ, ആ സ്പെല്ലിംഗ് എഴുതുമ്പോഴേക്കും നമ്മളത് എപ്പോഴും നമ്മൾ പിയാജെറ്റ് എന്ന് വായിച്ച് പഠിച്ചിരുന്ന സാധനം എന്താണ്? പിയാഷെ. അപ്പൊ എന്താണ് ഇത്? പിയേഷ്. പിയേഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാലങ്ങൾ, റോഡ് എന്നിവയുടെ മേലുള്ള ചുങ്കത്തെ പറയുന്ന പേരാണ് എന്ത്? പിയേഷ്. നെക്സ്റ്റ് ടെറാഷ്. ടെറാഷ്. ടെറാഷ് എന്താണ്? വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്ന് പിരിക്കുന്ന പ്രത്യേകതരം ആ ഒരു കരത്തെയാണ് എന്ത് പറയുന്നത്? ടെറാഷ് എന്ന് പറയുന്നത്. അപ്പൊ കോവി എന്ന് പറഞ്ഞാൽ 3-4 ദിവസം ഫ്രീ ആയിട്ട് പണിയെടുപ്പിക്കണം. ബെനാലിറ്റി എന്ന് പറഞ്ഞാൽ വീഞ്ഞ് നിർമ്മാണത്തിലെ ആ മുന്തിരിച്ചാറ്, റൊട്ടിയൊക്കെയുടെ നിർമ്മാണത്തിനായിട്ട് അവരുടെ ആ ഉടമസ്ഥയിലുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ കൊടുക്കേണ്ടത് വാടക, അതാണ് ബെനാലിറ്റി എന്ന് പറയുന്നത്. ബെൻവിൻ എന്ന് പറഞ്ഞാൽ എന്താ? വീഞ്ഞിന് മേലുള്ള കുത്തകയാണ്. പിയേഷ് എന്ന് പറയുമ്പോൾ പാലവും റോഡുമാണ്. ടെറാഷ് എന്ന് പറയുമ്പോൾ എന്താണ്? വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്ന് പിരിക്കുന്നതാണ്. അപ്പൊ നെക്സ്റ്റ്, അപ്പൊ നമ്മൾ 1ാം എസ്റ്റേറ്റ് പറഞ്ഞു, 2ാം എസ്റ്റേറ്റ് പറഞ്ഞു. അടുത്ത എസ്റ്റേറ്റ് ഏതാണ്? സാധാരണക്കാരാണ് അല്ലെ. 3ാം എസ്റ്റേറ്റ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളാണ്. ഉന്നത വിഭാഗങ്ങൾ അനുഭവിച്ചു വന്ന പ്രത്യേക ആനുകൂല്യങ്ങളാൽ ചതച്ചരയ്ക്കപ്പെട്ട സാധാരണക്കാർ. ജസ്റ്റ് ഒരു പിക്ചർ തന്നിരിക്കുകയാണ്. 18ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന സാധാരണക്കാരന്റെ അവസ്ഥയാണ് മുകളിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങളിലൂടെ വ്യക്തമാകുന്നത്. മധ്യവർഗവും തൊഴിലാളികളും കർഷകരും അടങ്ങുന്നതായിരുന്നു ഫ്രാൻസിലെ 3ാമത്തെ എസ്റ്റേറ്റ്. ഇവർ കോമൺ, സാധാരണക്കാരെന്നറിയപ്പെട്ടു അല്ലെ. ജനങ്ങളുടെ ഭൂരിഭാഗവും ഉൾക്കൊള്ളിരുന്ന 3ാമത്തെ എസ്റ്റേറ്റിലെ ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിളവിന്റെ ഒരംശം മാത്രമാണ് കർഷകന് ലഭിച്ചിരുന്നത്. ഇവർ രാജാവിനും പള്ളിക്കും പ്രഭുവിനും വ്യത്യസ്തങ്ങളായ നികുതികൾ നൽകാൻ ബാധ്യസ്ഥരായിരുന്നു. അതിനോടൊപ്പം പ്രതിഫലമില്ലാതെ അനേകം നിർബന്ധിത സേവനങ്ങളും ഇവർ ചെയ്യേണ്ടിയിരുന്നു. അവയിൽ ചിലതാണ്: ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ സൈനിക സേവനം നടത്തുക, പൊതുനിരത്തുകൾ, ജലമാർഗങ്ങൾ, പാലങ്ങൾ തുടങ്ങിയവയുടെ മരാമത്ത് പണികൾ, സൗജന്യ സേവനം നൽകുക. ഉണ്ടോ? ഇതൊക്കെയായിരുന്നു അവരായിട്ട് 3ാമത്തെ എസ്റ്റേറ്റിന്റെ കടമകൾ എന്ന് പറയുന്നത്. മധ്യവർഗത്തിന്റെ ഉദയം. ഇപ്പൊ ഈ 3ാമത്തെ എസ്റ്റേറ്റിൽ തന്നെയുള്ള വേറൊരു കാറ്റഗറിയാണ് എന്ത്? മധ്യവർഗം എന്ന് പറയുന്നത്. 18ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സമൂഹത്തിൽ ഒരു മധ്യവർഗം ഉയർന്നു വന്നു. ഫ്രാൻസിന്റെ കാർഷിക വ്യവസായ രംഗത്ത് ഇക്കാലത്തുണ്ടായ പുരോഗതിയും മധ്യവർഗത്തിന്റെ ഉദയത്തിന് കാരണമായി. കാർഷിക വ്യവസായിക രംഗത്തുണ്ടായ വളർച്ചയോടെ പുതിയ നഗരങ്ങൾ ഉയർന്നു വന്നു. നഗരങ്ങളിലെ തൊഴിൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയവർ സാമ്പത്തിക പുരോഗതി കൈവരിക്കുകയും മധ്യവർഗത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. ആഭ്യന്തര വാണിജ്യവും കോളനികളുമായുള്ള കച്ചവടവും ഫ്രാൻസിലെ വ്യവസായികളെ സമ്പന്നരാക്കി. പ്രധാന തുറമുഖങ്ങളും പട്ടണങ്ങളും ഈ സമ്പന്നരുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇവരും മധ്യവർഗത്തിന്റെ ഭാഗമായിരുന്നു. ഇങ്ങനെ രൂപപ്പെട്ട മധ്യവർഗത്തിൽ ഡോക്ടർമാർ, നിയമജ്ഞർ, ബാങ്കർമാർ എന്നിവരും ഉൾപ്പെട്ടിരുന്നു. ആ PSC വേഴ്സസ് SCRT കണ്ടവർക്ക് മനസ്സിലാകും, ഇത് തന്നിട്ടുണ്ടായിരുന്നു 3rd എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടവരെന്നും പറഞ്ഞ. ഈ മധ്യവർഗവും സാധാരണക്കാരെ പോലെ ഭരണകൂടത്തിനും പ്രഭുക്കന്മാർക്കും നികുതി നൽകണമായിരുന്നു. വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും മുൻപന്തിയിലെത്തിയിട്ടും ഭരണത്തിലും സൈന്യത്തിലും അവർക്ക് അർഹിക്കുന്ന പദവിയോ അധികാരമോ ലഭിച്ചിരുന്നില്ല. ചുരുക്കത്തിൽ കടുത്ത അസംതൃപ്തിയോടെയാണ് എന്താണ് മധ്യവർഗം കഴിഞ്ഞിരുന്നത്. അതായത് നമ്മൾ ഈ 3 എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ 3ാമത്തെ എസ്റ്റേറ്റിൽ തന്നെ എന്താണ് 2 കാറ്റഗറി ആയിരുന്നു. ഒന്ന് ഏറ്റവും ദരിദ്രരായ കുറെ ആൾക്കാർ, കർഷകരും ഒക്കെ വരുന്നത്. അതിന്റെ ഇടക്ക് വരുന്ന ഒരു ആൾക്കാരാണ്. എന്നാൽ അവർ പ്രഭുക്കന്മാരിലേക്ക് എത്തിയിട്ടുമില്ല. പക്ഷെ എന്താണ് അതിന്റെ ആ ഒരു ഇടക്ക് അവർ അത്യാവശ്യം സാമ്പത്തികമായിട്ടല്ല അവർ സെറ്റാണ്. പക്ഷെ അവരെന്താ നികുതിയിൽ നിന്ന് അവർ മാറ്റപ്പെടുന്നില്ല. പക്ഷെ ഈ അതേപോലെ ഭരണരംഗത്തേക്ക് അവർ എത്തുന്നില്ല. എല്ലാം എന്താണ് സാധാരണക്കാരെ പോലെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ അതും അവർക്ക് എന്താണ് മൊത്തത്തിലൊരു അസംതൃപ്തിയാണ്. നെക്സ്റ്റ് ആണ് ഗ്യാബൽ. നമ്മൾ ഗ്യാബല്ലേ എന്ന് പഠിച്ചിട്ടുണ്ട്. ഗ്യാബൽ എന്താണ്? ഗ്യാബൽ എന്ന് പറഞ്ഞാൽ 13ാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും മേൽ ചുമത്തപ്പെട്ടിരുന്ന ഒരു നികുതിയായിരുന്നു ഇത്. 15ാം നൂറ്റാണ്ട് മുതൽ ഇത് ഉപ്പിന് മാത്രമായിട്ട് മാറി. തികച്ചും ജനവിരുദ്ധമായ നികുതിയായിരുന്നു ഗ്യാബൽ. അതായത് ചോദിക്കുന്നത് ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഉപ്പിന് നൽകിയിരുന്ന നികുതിയുടെ പേരെന്തെന്നാണ് ചോദിക്കാറ്. അതെന്താണ്? ഗ്യാബൽ. അപ്പൊ നമ്മൾ പറഞ്ഞ ടെഡ് പറഞ്ഞു, അതേപോലെ വോങ്തിയം പറഞ്ഞു, പിന്നെ കുറച്ചധികം നികുതികളുടെ പേര് പറഞ്ഞു, പിന്നെ എന്താണ് ഗ്യാബൽ പറഞ്ഞു. ഈ നികുതികളുടെ പേരുകളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. നെക്സ്റ്റ് നോക്കാം. വിൽ ആൻഡ് ഏരിയൽ ഡ്യൂറന്റ്. പ്രശസ്ത ചരിത്രകാരായ വിൽ ഡ്യൂറന്റും ഏരിയൽ ഡ്യൂറന്റും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മധ്യവർഗത്തിന്റെ
പങ്കിനെ പറ്റി പ്രസ്താവിക്കുന്നു. എങ്ങനെയാണ് അസംതൃപ്തരായ കർഷക വർഗത്തെ ആയുധമാക്കിക്കൊണ്ട് പൗരോഹിത്യത്തെയും പ്രഭുത്വത്തെയും തകിടം മറിക്കുകയും അസ്വസ്ഥരായ നഗരവാസികളെ കൊണ്ട് രാജകീയ സേനകളെ നിർവീര്യമാക്കുകയും ചെയ്യുന്ന ബൂർഷ്വാസിയുടെ പ്രവർത്തനമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സത്ത. കാര്യം ഇവർക്ക് ആയുധമാക്കാനായിട്ട് ഉണ്ടായിരുന്ന കർഷകരായിരുന്നു. ഈ കർഷകരെ വെച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കം ആ ഒരു റീസൺ തന്നെ ഈ പറയുന്ന മധ്യവർഗമായിരുന്നു. കാരണം അവരുടെ ഒരു അസംതൃപ്തി ആയിരുന്നു ഈ പറയുന്ന ഈ വിപ്ലവത്തിലേക്ക് നയിച്ചതെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഈ ബോക്സ് നമുക്ക് ഇങ്ങനെ തന്നെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. രാജാവ് എന്ന് പറയുന്നത് എന്താണ്? ദൈവദത്ത അവകാശം, ഡിവൈൻ റൈറ്റ് തിയറി നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? പുരോഹിതരാണെങ്കിൽ നമുക്കറിയാം എന്തായിരുന്നു, അവരെല്ലാത്തരം നികുതികളിൽ നിന്നൊക്കെ ഒഴിവാക്കപ്പെട്ടു. പിന്നെ ഭരണരംഗത്തെ പല ഉയർന്ന പദവികളിലൊക്കെ ഉണ്ടായിരുന്ന ഇവരാണ്. പ്രഭുക്കന്മാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായിരുന്നു, അവരും ഇതേപോലെ തന്നെ നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു, ആഡംബര ജീവിതം നയിച്ചു. അതേപോലെ കർഷകരിൽ നിന്ന് നികുതിയൊക്കെ പിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വരുന്ന സാധാരണക്കാർ, അവരാണെങ്കിൽ ഭരണത്തിൽ യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. പിന്നെ വരുന്നത് ഈ മധ്യവർഗത്തിൽ തന്നെ വരുന്നതാണ്, മൂന്നാം എസ്റ്റേറ്റിൽ തന്നെയാണ് ഈ മധ്യവർഗം വരുന്നത്. മധ്യവർഗം എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? കച്ചവടക്കാരുണ്ട്, എഴുത്തുകാരുണ്ട്, അഭിഭാഷകര്, ഉദ്യോഗസ്ഥര്, അധ്യാപകർ, ബാങ്കർമാര് എന്നിവരെല്ലാം മധ്യവർഗത്തിലാണ് വരുന്നത്. ഇനി പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫിഗർ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിൽ ആ തിതേ എന്ന് പറയുന്നതിന് നിങ്ങൾ അങ്ങനെ വായിക്കരുത്, ഇനി ടൈതാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റി പറയുകയാണ്. ആ കാലത്തെ സാമ്പത്തിക പ്രതിസന്ധി 1770-കളിലെ ഫ്രാൻസിലെ കാർഷിക രംഗം കടുത്ത പ്രതിസന്ധി നേരിട്ടു. ഉൽപാദന രീതി, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്രഞ്ച് വിപ്ലവം എങ്ങനെയാണ് അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. ഇത് ധാന്യങ്ങളുടെയും റൊട്ടിയുടെയും വിലവർദ്ധനവിന് കാരണമായി. 1730-നും 1789-നും ഇടയിലുള്ള കാലത്ത് ധാന്യങ്ങളുടെ വിലയിൽ 60% വർധനവുണ്ടായി. എന്നാൽ തൊഴിലാളികളുടെ കൂലിയിലെ വർധനവ് 22% മാത്രമായിരുന്നു. തീറ്റപ്പുല്ലിനുണ്ടായ കടുത്ത ക്ഷാമം കന്നുകാലി സമ്പത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി, വലിയ കുറവുണ്ടാക്കി. ജനസംഖ്യയുടെ 1/3 ഭാഗത്തെ ഈ പ്രശ്നം പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. ബ്രിട്ടനുമായി ഫ്രാൻസ് ഒപ്പുവെച്ച കച്ചവട കരാർ പ്രകാരം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ മേൽ ഇറക്കുമതി തീരുവയിൽ വലിയ കുറവുണ്ടായി. ഇതോടെ ഫ്രഞ്ച് വിപണിയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വന്നു നിറയുകയും ഫ്രാൻസിലെ കരകൗശല തൊഴിലാളികൾ തൊഴിൽരഹിതരാവുകയും ചെയ്തു. ഇങ്ങനെ അസംതൃപ്തരായ കർഷകരും കരകൗശല തൊഴിലാളികളും മറ്റു കൈത്തൊഴിലുകാരും ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങി. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള കരാറിൽ സ്വാഭാവികമായിട്ടും ബ്രിട്ടനിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം ഇറക്കുമതി ചെയ്യുമ്പോഴേക്കും അവിടെ വില കുറച്ച് കിട്ടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ സാധനങ്ങൾ ആരും വാങ്ങാതെ വരും. അപ്പൊ അവർക്ക് അവർക്കൊരു സാമ്പത്തികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാകും. ഫ്രാൻസിന്റെ സാമ്പത്തിക പരാധീനത മറികടക്കുന്നതിനായി ബാങ്കർമാരിൽ നിന്ന് വൻ തുകകൾ ലൂയി 16 വായ്പകളായി സ്വീകരിക്കുന്നു. സർക്കാർ ഈ വായ്പകൾക്ക് പകരമായി ബോണ്ടുകൾ നൽകിയിരുന്നു. ഫ്രഞ്ച് സർക്കാരിന്റെ ഖജനാവ് ശൂന്യമായത് ബാങ്കർമാരെ വായ്പ നൽകുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചു. രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം നികുതി ഭാരം ഒരേപോലെ ആയിരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. നികുതി ചുമത്തുന്നതിൽ നിലനിന്നിരുന്ന അസമത്വമായിരുന്നു ബാങ്കർമാരടങ്ങുന്ന മധ്യവർഗം ഫ്രഞ്ച് എതിരാകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. അതായത് ഈ പറയുന്ന ഈ മധ്യവർഗത്തിൽ, അതായത് മൂന്നാം എസ്റ്റേറ്റിലെ മധ്യവർഗക്കാരുടെ കയ്യിൽ കാശുണ്ട്, പക്ഷെ അപ്പൊ അവരെന്ത് ചെയ്യും? അവര് രാജാവിനൊക്കെ കടം കൊടുക്കാൻ തുടങ്ങും. എന്നിട്ട് അവർ പറയുകയാണ്, അവസാനം അവർക്ക് മനസ്സിലായി സംഭവം ഖജനാവ് കാലിയാണ്, ഇനി കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലാകും. അപ്പൊ അവരാണ് പറയുന്നത് നികുതി ചുമത്തുമ്പോൾ അത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്നുള്ളത്. ഇനി ആ സമയത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ചിന്തകരാണ് വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. ഇതൊക്കെ നമ്മൾ LP-യുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഫിലോസഫി പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ് ഇതൊക്കെ. ഫ്രാൻസിലെ തത്വചിന്തകരും അവരുടെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ അവർ നേടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ബോധ്യപ്പെടുത്തുകയും അനീതിക്കെതിരെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ച ചില ചിന്തകന്മാരെ പരിചയപ്പെടാം നമുക്ക്. അതിൽ ആദ്യത്തെ വ്യക്തിയാണ് ആരാ? വോൾട്ടയർ. തത്വചിന്തകനും ചരിത്രകാരനും ആക്ഷേപഹാസ്യകാരനുമായിരുന്ന ഒരു മനുഷ്യസ്നേഹിയായിരുന്നു വോൾട്ടയർ. അദ്ദേഹം ഒരു ദൈവനിഷേധിയായിരുന്നുവെങ്കിലും ലേഖനങ്ങളിലൂടെ പുരോഹിതരെ നിരന്തരം വിമർശിച്ചിരുന്നു. തന്റെ നിലപാടുകളും രചനകളും മൂലം അദ്ദേഹം ഫ്രാൻസിൽ നിന്നും പുറത്താക്കപ്പെടുന്നുണ്ട്. ഫ്രാൻസിൽ നിന്നും പുറത്താക്കപ്പെട്ട തത്വചിന്തകനാണ് ആര്? വോൾട്ടയർ. അടുത്തതാണ് റൂസോ. വിദ്യാഭ്യാസ ചിന്തകനും രാഷ്ട്രമീമാംസകനുമായിരുന്നു റൂസോ. അദ്ദേഹത്തിന്റെ കൃതിയായ ദ സോഷ്യൽ കോൺട്രാക്ട്, സാമൂഹ്യ ഉടമ്പടി, ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സാമൂഹ്യ ഉടമ്പടി ആരുമായി ബന്ധപ്പെട്ടതാണ്? റൂസോയാണ്. വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ നിർവചിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു. ഉത്തരവാദിത്തങ്ങൾ രാജാവ് ലംഘിച്ചിരിക്കുന്നു, അതിനാൽ രാജാവിനെ ഭരിക്കുവാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നല്ല നിയമം നല്ല പൗരരെ സൃഷ്ടിക്കുന്നു എന്ന് അദ്ദേഹം വാദിച്ചു.
റൂസോ നിലവിലുള്ള അധികാരഘടനയെ എതിർത്തു. റൂസോയുടെ ആശയങ്ങൾ പ്രകൃതിവാദത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലകളിലാണ്. ഇമ്പോർട്ടൻറ്റ് കോഡ്സ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്ന് അഭിപ്രായപ്പെട്ട തത്വചിന്തകനാണ് ആര്? നമ്മുടെ റൂസോ. റൂസോയുടെ കൃതികൾ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായിരുന്നു. നെക്സ്റ്റ് വ്യക്തിയാണ് ആര്? മൊണ്ടസ്ക്യൂ. മൊണ്ടസ്ക്യൂ ക്രൈസ്തവ സഭയുടെ ദൂഷ്യങ്ങളെയും രാഷ്ട്രത്തിന്റെ സ്വേച്ഛാധിപത്യത്തെയും വിമർശിച്ചു. നിയന്ത്രിത രാജവാഴ്ചയെ അനുകൂലിച്ച് അദ്ദേഹം വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനായി ഗവൺമെന്റിന്റെ അധികാരത്തെ നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ 3ആയി തിരിക്കാമെന്ന് നിർദ്ദേശിച്ചു. നെക്സ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കൃതിയാണ് എന്ത്? നിയമത്തിന്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ലോ. ഇതും PYQ ആണ് ചോദിച്ചിട്ടുണ്ട്. നിയമത്തിന്റെ സ്പിരിറ്റ് ഓഫ് ലോ എന്ന് തന്നെയാണ് ചോദിക്കാറ്. നിയമത്തിന്റെ ആത്മാവ് എന്നല്ല ചോദിച്ചു കണ്ടിരിക്കുന്നത്. സ്പിരിറ്റ് ഓഫ് ലോ എന്ന ഗ്രന്ഥം ആരുടേതാണ്? മൊണ്ടസ്ക്യൂവിൻ്റെതാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹമാണ് എന്ത് പറയുന്നത്? ഗവൺമെന്റിനെ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഗവൺമെന്റിന്റെ അധികാരത്തെ നീതി നിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ 3ആയിട്ട് തിരിക്കാമെന്ന് അഭിപ്രായപ്പെട്ട ഫ്രഞ്ച് തത്വചിന്തകനാണ് ആര്? മൊണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ആ ഒരു ഗ്രന്ഥത്തിലാണ് ഗവൺമെന്റിന്റെ തത്വങ്ങളും നിയമത്തിന്റെയും ഭരണഘടനയും പരിണാമവും വിശകലനം ചെയ്യുന്നത്. ബ്രിട്ടീഷ് ചിന്തകനായ ജോൺ ലോക്കിന്റെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചിട്ടുണ്ട്. തന്റെ വിഖ്യാത കൃതിയായ ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ്, ആരുടേതാണത്? ജോൺ ലോക്ക് ആണ്. ജോൺ ലോക്ക്, 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ്, രാജാവിന്റെ ദൈവദത്ത അവകാശത്തെയും അധികാരത്തെയും നിരാകരിക്കുന്നുണ്ട്. ഫിസിയോക്രാറ്റുകൾ എന്നറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധരും ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇവരിൽ പ്രമുഖരായിരുന്നു ടർഗോ, അതേപോലെ നെക്കർ തുടങ്ങിയവർ. ആരൊക്കെയാണ്? ടർഗോ, നെക്കർ. അപ്പൊ ജോൺ ലോക്കിന്റെ പുസ്തകമാണ് എന്താ? 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ് എന്നുള്ളത്. ലൂയി 16 ഉപദേഷ്ടാവായിരുന്ന ടർഗോ ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി അനേകം പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. മധ്യവർഗത്തിന്റെ താല്പര്യങ്ങളായിരുന്നു ഇവരുടെ സാമ്പത്തിക നയങ്ങളിൽ പ്രതിഫലിച്ചിരുന്നത്. അപ്പൊ ടർഗോ എന്ന് പറയുന്നത് ആരായിരുന്നു? നമ്മുടെ ലൂയി 16 സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ മധ്യവർഗത്തിന്റെ താല്പര്യങ്ങളായിരുന്നു കൂടുതലായിട്ട് അവിടെ രാജാവിന്റെ മുന്നിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നത്. കൃഷിക്ക് പ്രോത്സാഹനം നൽകുക, ഭക്ഷ്യവസ്തുക്കൾ, വ്യാപാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നിവ അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു. ഈ പരിഷ്കരണങ്ങൾ ഒരു പരിധിവരെ ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി. എന്നാൽ മേരി ആന്റോണിറ്റ് ചെലവ് ചുരുക്കാൻ തയ്യാറാകാതിരുന്നത് ടർഗോ രാജ്ഞിയുമായി ശത്രുതയിലാകുന്നതിന് കാരണമായി. രാജ്ഞിയുടെ എതിർപ്പ് മൂലം ലൂയി 16 ടർഗോയെ മന്ത്രിസ്ഥാനത്ത് നിന്നും പിരിച്ചുവിട്ടു. പുതിയ ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട നെക്കർ ടർഗോയുടെ പരിഷ്കരണം തുടരുവാൻ ശ്രമിച്ചെങ്കിലും ദേശീയ സഭയുടെ എതിർപ്പും ഇംഗ്ലണ്ടുമായുള്ള യുദ്ധവും മൂലവും പുറത്താക്കപ്പെട്ടു. തുടർന്ന് അധികാരത്തിൽ വന്ന രാജാവിന്റെ ഉപദേഷ്ടാക്കൾക്കും ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ സാധിച്ചില്ല. ഗത്യന്തരമില്ലാതെ നെക്കറെ തിരികെ വിളിക്കാൻ രാജാവ് നിർബന്ധിതനായി. അപ്പൊ ഇവിടെ രാജാവിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു ആരൊക്കെ? ടർഗോയും നെക്കറും. അപ്പൊ ടർഗോ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മുടെ മധ്യവർഗത്തിന്റെ താല്പര്യങ്ങളായിരുന്നു. അതായത് നമ്മുടെ 3ആം എസ്റ്റേറ്റിലെ മധ്യവർഗത്തിന്റെ താല്പര്യങ്ങളാണ് അദ്ദേഹം അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ആ മൂന്നാമത്തെ എസ്റ്റേറ്റ് ഡെവലപ്പ് ആവുന്നതനുസരിച്ച് രാജ്യം പതിയെ സാമ്പത്തിക സ്ഥിതി മെച്ചമാകാൻ തുടങ്ങും. പക്ഷെ അപ്പോഴും എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ലൂയി 16 ഭാര്യയായിരുന്ന മേരി ആന്റോണിറ്റിന്റെ ദൂർത്തായിരുന്നു ശരിക്കും ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ആ സ്ത്രീ എന്താണ്, ഒരിക്കലും അതിനെ ചെലവ് ചുരുക്കാൻ ശ്രമിക്കാതിരുന്നുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും? ടർഗോയും രാജ്ഞിയും തമ്മിൽ വഴക്കാകും അല്ലെ. അപ്പൊ എന്ത് പറ്റും? രാജാവ് എന്ത് ചെയ്യും? ഈ പറയുന്ന രാജ്ഞിയുടെ അഭിപ്രായം മൂലം ഈ ടർഗോയെ പിരിച്ചുവിടും. പിന്നീട് വരുന്നതാണ് നെക്കർ. നെക്കറും ഇതേപോലെ തന്നെ ഈ ടർഗോ മുന്നോട്ട് വെച്ച കാരണങ്ങളെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം ഫോളോ ചെയ്ത് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളെയും പിരിച്ചുവിടും. വേറെ ആര് വന്നിട്ടും ശരിയാകാണ്ട് വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന നെക്കറെ രാജാവ് രണ്ടാമത് തിരിച്ചു വിളിക്കുകയാണ് ചെയ്യുന്നത്. അക്കൂട്ടത്തിൽ പറയുന്നതാണ് സലോണുകളും കോഫി ഹൗസുകളും. ഫ്രാൻസിൽ സലോണുകളും കോഫി ഹൗസുകളും ആശയവിനിമയത്തിനും രാഷ്ട്രീയ ചർച്ചകൾക്കുമുള്ള കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചിരുന്നു. വിദ്യാസമ്പന്നരും പ്രബുദ്ധരുമായ സ്ത്രീകൾ അവരവരുടെ വീടുകളിലാണ് സലോണുകൾ സംഘടിപ്പിച്ചിരുന്നത്. ഈ സലോണുകളിൽ ദാർശനികർ, എഴുത്തുകാർ, ചിന്തകർ, സാമൂഹിക പരിഷ്കർത്താക്കൾ എന്നിവരുടെ ആശയങ്ങളെപ്പറ്റി ചർച്ചകൾ നടന്നു. ഈ ചർച്ചകൾ വിപ്ലവാശയങ്ങൾക്ക് പ്രചോദനം നൽകി. അതുപോലെ സാധാരണ പൗരർ, പത്രപ്രവർത്തകർ തുടങ്ങിയവർ സ്ഥിരമായി ചർച്ച നടത്തിയിരുന്നത് ജനപ്രിയ കേന്ദ്രങ്ങളിലായി കോഫി ഹൗസുകൾ മാറി. ഇവിടങ്ങളിൽ വിപ്ലവ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുകയും സ്വേച്ഛാധിപത്യത്തെ വിമർശിക്കുകയും ചെയ്തു. അപ്പോൾ വലിയ വലിയ ആൾക്കാർ എവിടെയാണ്? സലോണുകൾ. അതായത് അങ്ങനെ സംഘടിപ്പിച്ച് രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടത്തും. സാധാരണക്കാരെന്ത് ചെയ്യും? ചെറിയ ചായക്കടകളിലൊക്കെ പോയിരുന്ന് രാഷ്ട്രീയ ചർച്ചകൾ നടത്തും. ഓക്കെ, ഇനിയാണ് എസ്റ്റേറ്റ് ജനറൽ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, കുറേ വർഷങ്ങളായിട്ട് ഈ പറയുന്ന എസ്റ്റേറ്റ് ജനറൽ വിളിക്കാതെ ഇങ്ങനെ ഇരിക്കുവാണ്.
18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസ് അഭിമുഖീകരിച്ച കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. ഇത് തരണം ചെയ്യാൻ പുതിയ നികുതികൾ ചുമത്തേണ്ടത് അനിവാര്യമായി. അപ്പൊ ഈ ഉള്ള നികുതി ഒന്നും പോരാണ്ട് എന്താണ് കാര്യം, കാശ് വേണമെങ്കിൽ എന്താണ്, ഇപ്പൊ നമ്മൾ തന്നെ പറയില്ലേ, മാസാവസാനം ആകുമ്പോഴേക്കും എന്താണ് പോലീസുകാർ ഉണ്ടാകും, റോട്ടിലുണ്ടാകും. കാര്യം എന്താണ്, അവർക്ക് ആ ഒരു ടാർഗറ്റ് എത്തിക്കണം. അതേപോലെ തന്നെ എന്താണ്, അവസാനം വന്നപ്പോഴേക്കും ബജറ്റ് നമ്മുടെ ഖജനാവ് അങ്ങ് കാലിയായപ്പോഴേക്കും രാജാവിന് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, നികുതി കൂട്ടുക എന്നല്ല, അല്ലെങ്കിൽ പലതരം നികുതി പുതിയതായിട്ട് വേണം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നെക്കറിന്റെ നിർദ്ദേശപ്രകാരം ലൂയി 16 ഫ്രഞ്ച് പാർലമെന്റായ എസ്റ്റേറ്റ് ജനറൽ വീണ്ടും വിളിച്ചു ചേർക്കുകയാണ്. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം, 175 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അതിൽ സംഘാടനത്തെ സംബന്ധിച്ച് തർക്കങ്ങൾ ഉടലെടുത്തു. ഫ്രഞ്ച് സമൂഹത്തെ പോലെ എസ്റ്റേറ്റ് ജനറൽ 3ആയി വിഭജിക്കപ്പെട്ടിരുന്നു. 3 എസ്റ്റേറ്റുകളും പ്രത്യേകം ഹാളുകളിലാണ് സമ്മേളിച്ചിരുന്നത്. ഫ്രഞ്ച് ജനസംഖ്യയുടെ ചെറിയൊരു ശതമാനം മാത്രമായിരുന്ന പുരോഹിതർക്ക് ജനപ്രതിനിധി സഭയിൽ 285 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഫ്രഞ്ച് ജനതയുടെ ഏകദേശം 1,40,000 മാത്രമായിരുന്ന പ്രഭുക്കൾ പ്രതിനിധി സഭയിൽ 308 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രതിനിധി സഭയിൽ 621 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 1ഉം 2ഉം എസ്റ്റേറ്റുകളിലെ അംഗത്വം പരമ്പരാഗതമായിരുന്നു. എന്നാൽ 3ആം എസ്റ്റേറ്റിലെ അംഗങ്ങൾ എന്തായിരുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. അപ്പൊ ഈ ഫ്രഞ്ച് ആ ഒരു രാജ്യത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന 3 എസ്റ്റേറ്റിലും 3 എസ്റ്റേറ്റായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഈ 3 എസ്റ്റേറ്റിലും കൂടി ഇവിടെ എത്രയാണ്, 1ാമത്തെ എസ്റ്റേറ്റിൽ 285 ആൾക്കാരുണ്ടായിരുന്നു, 2ാമത്തെ എസ്റ്റേറ്റിൽ 308 ആൾക്കാരുണ്ടായിരുന്നു, 3ാമത്തെ എസ്റ്റേറ്റിൽ 621 ആൾക്കാരാണ് ഈ പറയുന്ന എസ്റ്റേറ്റ് ജനറൽ ഉണ്ടായിരുന്നത്. അതായത് ഏകദേശം 1,00,000-ഓളം മാത്രം ഉണ്ടായിരുന്ന ആൾക്കാരിൽ 308 പേരുണ്ട്. ബാക്കി മുഴുവനും ആരാണ്, ഈ പറയുന്ന കോമൺസ്, നമ്മുടെ സാധാരണ ജനങ്ങളായിരുന്നു. അവരിൽ നിന്ന് വെറും 621 ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ ടോട്ടൽ എത്രയുണ്ട്, ഇവർ രണ്ടും കൂടി കൂട്ടുമ്പോൾ തന്നെ 8 5 13 9 593 പേരാണ് എന്ത് ചെയ്യുന്നത്, ഈ 2 എസ്റ്റേറ്റുമായിട്ടുണ്ടായിരുന്നു, 1ആം എസ്റ്റേറ്റും 2ആം എസ്റ്റേറ്റും. സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായിരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ എന്താണ്, ഇവർക്കൊരു വോട്ട്, ഇവർക്കൊരു വോട്ട്, ഇവർക്കൊരു വോട്ട്, ഇങ്ങനെ ഓരോ 3 വോട്ടാണ് ഉണ്ടായിരുന്നത്. ഒരു സഭയ്ക്ക് ഒരു വോട്ട്, അങ്ങനെയായിരുന്നു. അപ്പോൾ എന്ത് പറ്റും, ഇപ്പൊ ഒരു തീരുമാനം എടുക്കുവാണ്. ആ തീരുമാനം സ്വാഭാവികമായിട്ടും ആർക്കാർക്കും, രാജാവിനും ഈ പറയുന്ന പ്രഭുക്കന്മാർക്കും ഇവർക്കും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും, അതിനെ അനുകൂലിച്ച് അങ്ങ് വോട്ട് ചെയ്യും. ഇവരും വോട്ട് ചെയ്യും. ഇവരതിനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതികൂലിച്ച് ഇവർ അത് വേണ്ട എന്ന് പറയും. പക്ഷെ എന്നിട്ട് എന്താ, വല്ല പ്രയോജനം ഉണ്ടോ? കാര്യം കൂടുതലുള്ളത് 2 വോട്ടാണ്. ആ 2 വോട്ടും എന്താണ്, അതിനെ അനുകൂലിച്ച് പോകും. സ്വാഭാവികമായിട്ടും എന്ത് പറ്റും, എന്തൊരു തീരുമാനമാണോ അവിടെ എടുക്കുന്നത് ആ തീരുമാനം നടപ്പാക്കപ്പെടും. ഇനി അതേസമയം അത് കോമൺസിന് അനുകൂലമായിട്ട് ഒരു വോട്ടാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു കോമൺസിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പൊ നികുതി കുറയ്ക്കാനുള്ളൊരു ബില്ലാണെന്ന് വെക്കും. സ്വാഭാവികമായിട്ടും ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും, അല്ലെങ്കിൽ എന്താണ്, 3 എസ്റ്റേറ്റിനും ഒരേപോലെ നികുതി, അങ്ങനെ ഒരു തീരുമാനമാണ് രാജാവ് കൊണ്ടുവരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർ രണ്ടുപേരും അങ്ങ് എതിർക്കും. ഇവർ രണ്ടുപേരും അതിനെന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ചെയ്ത് വോട്ട് ചെയ്യും. ഇവരെന്ത് ചെയ്യും, അതിനെ അനുകൂലിക്കും. അപ്പോഴും അനുകൂലിക്കുന്ന വോട്ട് 1ഉം പ്രതികൂലിക്കുന്ന വോട്ട് 2ഉം ആകും. അപ്പോഴും എന്താണ്, ഭൂരിപക്ഷം പോകുമ്പോഴേക്കും അങ്ങോട്ട് പോകും. അപ്പൊ ഇത് സാധാരണക്കാർക്ക് പറയും ഇത് ശരിയാവില്ല. കാര്യം കൂടുതൽ ആൾക്കാരുള്ളത് നമ്മൾ സാധാരണക്കാരാണ്. അപ്പൊ എന്താണ്, ഇങ്ങനെ ഒരു സഭയ്ക്ക് ഒരു വോട്ട് എന്ന രീതി നമുക്ക് വേണ്ട. ആദ്യത്തെ 2 സഭകളും ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. 1ഉം 2ഉം എസ്റ്റേറ്റുകൾ ഒന്നു ചേർന്നാൽ ഭൂരിപക്ഷം ഉറപ്പാക്കി അവർക്ക് ഭരണകൂടത്തെ നിയന്ത്രിക്കാം എന്നതായിരുന്നു ഇതിന് കാരണം. തങ്ങൾ പ്രതിനിധീകരിക്കുന്ന വിഭാഗങ്ങളുടെ ആവലാതികളും ആവശ്യങ്ങളുമായി എത്തിച്ചേർന്നവരായിരുന്നു 3ആം എസ്റ്റേറ്റിലെ എല്ലാ പുതിയ പ്രതിനിധികളും. എന്നാൽ രാജാവായ ലൂയി 16 ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള യാതൊരു മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നില്ല. പാർലമെന്ററി സമ്പ്രദായത്തെക്കുറിച്ച് രാജാവിന് വേണ്ടത്ര പരിജ്ഞാനമില്ലായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് അവർ പറയുന്നത്. 3ആം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ 3 സഭകളും ഒരുമിച്ച് സമ്മേളിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആദ്യത്തെ 2 സഭകളും ഇതിനോട് അനുകൂലിച്ചില്ല. ഇതേ തുടർന്ന് 1789 ജൂൺ 17-ാം തീയതി 3ആം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ യഥാർത്ഥ ജനപ്രതിനിധികളെന്നും തങ്ങളുടെ സഭയെ ഫ്രഞ്ച് ദേശീയ സഭ എന്ന് വിളിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അവിടെയാണ് വരുന്നത്. ഉപരിസഭകളുടെ പിന്തുണയോടുകൂടി ലൂയി 16 ഈ സഭ സമ്മേളിച്ചിരുന്ന ഹാൾ അടച്ചിടുകയും പട്ടാളക്കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. ജൂൺ 20-ന് റാങ്ക് സിൽവിയൻ, ബൈലി, അബ്ബേസിയസ്, മിറോബോ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ടെന്നീസ് കോർട്ടിൽ 3ആം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ സമ്മേളിച്ചു. ഒരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാകുന്നത് വരെ തങ്ങൾ പിരിഞ്ഞു പോകില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു. ഇത് പിൽക്കാലത്ത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെട്ടു. ഈ സംഭവമാണ് പാഠഭാഗത്തിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ ടെന്നീസ് കോർട്ട് അസംബ്ലി, ആ ഒരു ടെന്നീസ് കോർട്ട് ഓത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അതായത്
ഇവരത് ശേഷം പറയുന്നുണ്ട്, അതായത് അതിൽ പറഞ്ഞിട്ടില്ല, അതായത് ഓരോരുത്തർക്കും ഓരോ വോട്ട് വേണമെന്നുള്ളതാകും. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, സ്വാഭാവികമായിട്ടും ഇവർ രണ്ടു കൂട്ടർ ചേർന്നാൽ 590 പേരെ ഉണ്ടാകുള്ളൂ. അപ്പൊ എല്ലാവരും ഓരോ വ്യക്തിക്കും ഓരോ വോട്ട് കൊടുത്താൽ പോലും ഇവിടെ എന്താണ് ഇവരുടെ കാര്യങ്ങളെ നടക്കുള്ളൂ. അതെന്തായാലും ആരാണ്, പ്രഭുക്കന്മാരും പുരോഹിതരും സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ വന്ന് അതേപോലെ തന്നെ ഇവര് വേറെ സ്ഥലത്തായിരിക്കും അസംബ്ലി കൂടുന്നത്, ഇവര് വേറെ സ്ഥലത്തായിരിക്കും. അതായത് ഈ പറയുന്ന ആൾക്കാർക്ക് പരാതി മുഴുവൻ രാജാവിനോട് മാത്രമായിരുന്നില്ല, ഈ രണ്ടു കൂട്ടരും കൂടി അറിയണമായിരുന്നു ഇവരുടെ പ്രശ്നങ്ങൾ. പക്ഷെ അതൊരിക്കലും സംഭവിച്ചിരുന്നില്ല. അങ്ങനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ടെന്നീസ് കോർട്ട് 3 എസ്റ്റേറ്റുകളും, അതായത് 3 സഭകളും ഒരുമിച്ച് സമ്മേളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവര് പ്രതിഷേധം ആദ്യം വരുന്നത്. അങ്ങനെയാണ് 1789 ജൂൺ 17 ഡേറ്റ് പഠിച്ചു വെക്കുക. അന്നാണ് എന്ത് നടക്കുന്നത്, അവരെല്ലാവരും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, തൊട്ടടുത്ത ടെന്നീസ് കോർട്ടിൽ പോയിട്ട് ഞങ്ങളാണ് ഫ്രഞ്ച് ദേശീയ സഭ, ഞങ്ങളാണ് ഫ്രാൻസിന്റെ ശരിക്കുള്ള അധികാരികൾ, ഞങ്ങളാണ് ഫ്രഞ്ച് നാഷണൽ അസംബ്ലി എന്ന് വിളിക്കുകയും അവരവിടെ പോയിട്ട് അങ്ങനെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടത്തുകയും ചെയ്യുന്നത്. അപ്പൊ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബാസിലിന്റെ പതനവും വിപ്ലവത്തിന്റെ ആരംഭവും. ബാസിൽ ജയിൽ തകർച്ച, അതും ചോദിക്കാറുണ്ട്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടുണ്ടായ മറ്റൊരു സംഭവമാണ് ബാസിൽ ജയിലിന്റെ പതനം എന്ന് പറയുന്നത്. ലൂയി 16 രാജാവ് തന്റെ ഉപദേഷ്ടാവായിരുന്ന നെക്കറയെ സ്ഥാനഭ്രഷ്ടനാക്കുകയും പാരീസ് വിട്ടുപോകുവാൻ ആജ്ഞാപിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. പ്രകോപിതരായ ജനക്കൂട്ടം പാരീസ് നഗരത്തിലെ ധാന്യ സംഭരണശാലകളും റൊട്ടിക്കടകളും കയ്യേറി. ആയുധങ്ങൾ സംഭരിച്ച് അവർ 1789 ജൂലൈ 14 ബുർബൺ സ്വേച്ഛാധിപത്യത്തിന്റെ പ്രതീകമായിരുന്ന പാരീസിലെ ബാസിൽ കോട്ട തകർക്കുകയും മണിക്കൂറുകൾക്കകം പാരീസ് നഗരം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നാണ് ബാസിൽ കോട്ട തകർക്കുന്നത്, 1789 ജൂലൈ 14. ബാസിൽ കോട്ടയുടെ തകർച്ച ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നു. ഫ്രാൻസിന്റെ ഗ്രാമപ്രദേശങ്ങളിലും അക്രമങ്ങൾ അരങ്ങേറി. നികുതി പിരിവുകാരും ജനങ്ങളുടെ കോപത്തിനിരയായി. ജനരോക്ഷം ഭയന്ന ലൂയി 16 ദേശീയ സഭ പാസാക്കിയ നിയമങ്ങൾക്ക് അംഗീകാരം നൽകി. ദേശീയ സഭ നിയമനിർമ്മാണം വഴി നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങളാണ് എന്തൊക്കെയാണ്, അടിമത്തം നിർത്തലാക്കുക, പ്രഭുക്കരുടെ പ്രത്യേക അധികാരങ്ങൾ എടുത്തു കളഞ്ഞു, ജനങ്ങൾക്ക് കത്തോലിക്ക സഭയിൽ നൽകേണ്ടിയിരുന്ന കരം നിർത്തലാക്കി, അതേപോലെ അധികമായി ചുമത്തിയിരുന്ന നികുതികളെല്ലാം തന്നെ റദ്ദാക്കുന്നുണ്ട്. ഇനിയാണ് പറയുന്നത് സ്ത്രീകളും ഫ്രഞ്ച് വിപ്ലവവും തമ്മിലുള്ള ബന്ധം. ഭക്ഷ്യക്ഷാമവും ദേശീയ സഭയോട് സഹകരിക്കാത്ത ലൂയി 16 നയങ്ങളും സ്ത്രീകളെ പ്രക്ഷോഭത്തിനായി പ്രേരിപ്പിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് സ്ത്രീകൾ ചൂൽ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാമഗ്രികളും വാൾ, കുന്തം, തോക്ക് എന്നിവയും കയ്യിലേന്തി ബുർബൺ രാജാക്കന്മാരുടെ വസതിയായ പാരീസിലെ വേഴ്സായി കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്തു. അവരോടൊപ്പം വലിയൊരു ജനക്കൂട്ടവും ഉണ്ടായിരുന്നു. രാജാവിനെയും കുടുംബത്തെയും അവർ നിർബന്ധപൂർവ്വം പാരീസിലേക്ക് കൊണ്ടുവന്നു. ഗത്യന്തരമില്ലാതെ ദേശീയസഭയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാമെന്ന് ലൂയി 16 ഉറപ്പ് കൊടുത്തു. ഫ്രാൻസിലെ പ്രശസ്ത നാടകൃത്തും പൊതുപ്രവർത്തകയുമായ ഒളിം ദഗൂഷ് വിപ്ലവകാലത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച ഒരു ഉറച്ച സ്ത്രീ ശബ്ദമായിരുന്നു. സ്ത്രീയുടെയും സ്ത്രീ പൗരരുടെയും അവകാശ പ്രഖ്യാപനം എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ പുരുഷന്മാർക്ക് ലഭിച്ച അവകാശങ്ങൾ സ്ത്രീകൾക്ക് ലഭിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. എന്താ പറയുന്നത്, ആരാണ്? ഒളിം ദഗൂഷ്. സ്ത്രീകൾക്കും പുരുഷർക്കും തുല്യ അധികാരവും അവകാശങ്ങളുമുള്ള സാമൂഹിക ഘടനയ്ക്ക് വേണ്ടി അവർ നിലകൊണ്ടു. സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിച്ച മറ്റൊരു വനിതയായിരുന്നു മാഡം ഴാങ് റോളണ്ട്. സ്ത്രീകളുടെ ഈ അവകാശ സമരത്തിന് ചില നേട്ടങ്ങളുണ്ടായി. സ്വത്തിന്മേലുള്ള അവകാശം, വിവാഹമോചനം നേടുന്നതിനുള്ള അവകാശം എന്നിവ അവയിൽ ചിലതാണ്. അപ്പൊ അങ്ങനെ സ്ത്രീകളും ആ ഒരു പ്രക്ഷോഭത്തിലേക്ക് വരികയാണ്. വസ്ത്രം പ്രതിഷേധത്തിന്റെ പ്രതീകം. ഫ്രാൻസിലെ ഉന്നത കുലജാത പരമ്പരാഗതമായി ധരിച്ചിരുന്നത് കാൽമുട്ട് വരെ ഇറക്കമുള്ള ബ്രീച്ചുകൾ എന്നറിയപ്പെടുന്ന ഒരു തരം പാൻസ് ആയിരുന്നു. ഉന്നത കുലജാതരോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി തൊഴിലാളികളും കർഷകരും കാൽപാദം വരെ എത്തുന്ന പാൻഡലോൺ എന്നറിയപ്പെടുന്ന നീളൻ ട്രൗസറുകൾ ധരിക്കാൻ തുടങ്ങി. ഇവർ സാൻസ്കുലോട്ടുകൾ എന്നറിയപ്പെട്ടു. വിപ്ലവാനുകൂലികളുടെ പ്രതീകമായി പാൻഡലോൺ മാറി. കൂടുതൽ ആളുകൾ പാൻഡലോൺ ധരിക്കാൻ തുടങ്ങിയത് വിപ്ലവം ജനകീയമായി മാറി എന്നതിന്റെ തെളിവായി. ഫ്രിജിയൻ തൊപ്പിയും വിപ്ലവത്തിന്റെ പ്രതീകമായിരുന്നു. അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവർ എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി തൊഴിലാളികൾ ചുവപ്പ് നിറമുള്ള ഫ്രിജിയൻ തൊപ്പി ധരിച്ചു. കണ്ടാ, ഫ്രിജിയൻ തൊപ്പി, അതേപോലെ സാൻസ്ക്ലോട്ട് ധരിക്കുന്നവരെ. ഓക്കെ, ഇനിയാണ് പുതിയ ഭരണഘടന വരുന്നത്. സ്വാതന്ത്ര്യരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമായിട്ടാണ് മനുഷ്യർ ജീവിക്കുന്നതും
ജനിക്കുന്നതും ജീവിക്കുന്നതും. ദേശീയ സഭ ഫ്രാൻസിനായി തയ്യാറാക്കിയ ഭരണഘടനയുടെ ആമുഖത്തിൽ നൽകിയിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗമാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. ഈ ഭരണഘടന ആമുഖത്തിൽ ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഒരു പ്രധാന ഫലമാണ്. 1789 നടന്ന ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ പ്രധാന ആശയങ്ങളാണ് പറയുന്നത്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യന്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ്. എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിൽ ഉൾക്കൊള്ളുന്നത്. സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലയ്ക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ. ഫ്രഞ്ച് ദേശീയ സഭ ഫ്രാൻസിന്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അവയിൽ പ്രധാനപ്പെട്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. രാജ്യത്താകമാനം ഏകീകൃത ഭരണഘടന നടപ്പിലാക്കി. അസൈനെറ്റ് എന്ന പേരിൽ പുതിയ കടലാസ് കറൻസി പുറത്തിറക്കി. അപ്പൊ എന്താണ് ഫ്രാൻസിന്റെ ദേശീയ സഭ പുറത്തിറക്കിയ കറൻസിയുടെ പേരാണ് അസൈനാറ്റ്. മതമേധാവികളുടെ നിയന്ത്രണത്തിലായിരുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടി പൂർണ്ണമായ മതസഹിഷ്ണുത പ്രഖ്യാപിച്ചു. പുരോഹിതർ ഗവൺമെന്റിന്റെ ശമ്പളം പറ്റുന്നവരായി മാറി. ഇതാണ് അസൈനാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 1789 ഫ്രാൻസിൽ പുറത്തിറക്കിയ പേപ്പർ കറൻസിയുടെ പേരായിരുന്നു അസൈനാറ്റ്. നമ്മൾ കുറെ പേരുകൾ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഫ്രഞ്ച് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനും ദേശീയ കടം വീട്ടാനുമുള്ള ബോണ്ടും പണവുമായി ഇതിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. കാലക്രമേണ ഗവൺമെന്റ് അതിന്റെ ചെലവുകൾ വഹിക്കുന്നതിനായി അമിതമായ അളവിൽ അസൈനാറ്റ് അടിച്ചിറക്കാൻ തുടങ്ങി. ഇത് വൻതോതിലുള്ള പണപ്പെരുപ്പത്തിനും കറൻസിയുടെ ദ്രുതഗതിയിലുള്ള മൂല്യത്തകർച്ചയ്ക്കും കാരണമായി. 1796 ആയപ്പോഴേക്കും അസൈനാറ്റിന്റെ മൂല്യം നഷ്ടമായി. ഫ്രഞ്ച് ദേശീയ സഭ പുറത്തിറക്കിയ കറൻസിയുടെ പേരാണ് അസൈനാറ്റ്. നെക്സ്റ്റ് ആണ് ഭീകരവാഴ്ചയും സെപ്റ്റംബർ കൂട്ടക്കൊലയും. 1792 ദേശീയസഭയുടെ സ്ഥാനത്ത് നാഷണൽ കൺവെൻഷൻ എന്ന പുതിയ ഭരണസമിതി നിലവിൽ വന്നു. നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ലൂയി 16 വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ഒരു റിപ്പബ്ലിക്കായി മാറിയ ഫ്രാൻസിന്റെ ഭരണ നേതൃത്വം ജാക്കോബിനുകൾ പിടിച്ചെടുത്തു. യൂറോപ്പിലെ പ്രബല ശക്തികളും ബ്രിട്ടനും ഓസ്ട്രിയയും റഷ്യയും ഫ്രാൻസിനെ ആക്രമിച്ചപ്പോൾ ഈ സ്ഥിതിവിശേഷം നേരിടുന്നതിനായി പൊതുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിഭീകരമായ ഭരണമാണ് പാരീസിൽ അരങ്ങേറിയത്. പാരീസ് നഗരത്തിന്റെ ഭരണം ടാൻടൺ, ഹെംബൾട്ട്, മരാട്ട്, റോബസ്പിയർ, ജാക്കോബിൻ ക്ലബ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് എന്നിവരുടെ കൈകളിലായിരുന്നു. പ്രഭുക്കർ, പുരോഹിതർ, രാജാവിനെ അനുകൂലിക്കുന്നവർ എന്നിങ്ങനെ ആയിരക്കണക്കിന് ജനങ്ങളെ ദിനം പ്രതി രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തി കാരാഗൃഹത്തിൽ അടച്ചു. ജയിലുകൾ നിറഞ്ഞപ്പോൾ തിരക്ക് കുറക്കാൻ 1500ഓളം പേരെ പാരീസിൽ തെരുവുകളിൽ വെച്ച് കൊലപ്പെടുത്തി. ഇതാണ് കുപ്രസിദ്ധമായ സെപ്റ്റംബർ കൂട്ടക്കൊല. അപ്പൊ സെപ്റ്റംബർ കൂട്ടക്കൊല എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് റവല്യൂഷനാണ്. ജനങ്ങളെ കൊന്നെടുക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് നിർമ്മിച്ചതായിരുന്നു എന്ത്? ഗില്ലറ്റിന്റെ പടം നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇങ്ങനെ എന്നിട്ടൊരു ബ്ലേഡ് ആയിരിക്കും, ഇവിടെ തല വെക്കും, ഇതങ്ങ് വിട്ടുകളയും, അപ്പൊ തല അറ്റുപോകുന്നത്. ഭീകരവാഴ്ചയുടെ കാലത്ത് അനേകായിരങ്ങളുടെ മരണത്തിന് കാരണക്കാരായ റിപ്പബ്ലിക്കിന്റെ നേതാക്കന്മാരും പിന്നീട് ഈ രീതിയിൽ ഈ പറയുന്ന റോബസ്പിയറൊക്കെ ആയിരുന്നു ഇതിനെ നേതൃത്വം നൽകിയത്. അവസാനം ഈ റോബസ്പിയറും ഒക്കെ ഈ ഗില്ലറ്റിനാലാണ് മരണപ്പെടുന്നത്. വിപ്ലവകാരികൾ നിലവിലെ കലണ്ടറിൽ ഉപേക്ഷിക്കുകയും പുതിയ വിപ്ലവ കലണ്ടർ നടപ്പിലാക്കുകയും ചെയ്തു. ഓക്കെ, അതിനുമുമ്പ് നമുക്ക് ജാക്കോബിനുകളും ജിറോണ്ടിസ്റ്റുകളും എന്താന്ന് നോക്കാം. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ വിഭാഗമായിരുന്നു ജാക്കോബിൻ എന്നറിയപ്പെടുന്ന സംഘം. ജാക്കോബിൻ കോൺവെന്റിലാണ് ഇവർ ആദ്യകാലത്ത് യോഗം ചേർന്നിരുന്നത്. അതിനാലാണ് ഇവർ ജാക്കോബിനുകൾ എന്നറിയപ്പെട്ടത്. ഈ സംഘത്തിന്റെ ഒരു പ്രധാന നേതാവായിരുന്നു ആര്? നമ്മുടെ റോബസ്പിയർ എന്ന് പറയുന്നത്. അക്കാലത്തെ ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയവരായിരുന്നു ജാക്കോബിനുകൾ. ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുത്ത മറ്റൊരു പ്രധാന വിഭാഗമായിരുന്നു ജിറോണ്ടിസ്റ്റുകൾ. നമ്മൾ ജാക്കോബിനുകൾ നമ്മൾ പഴയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ പുതിയ പേരാണ് എന്ത്? ജിറോണ്ടിസ്റ്റുകൾ. ഫ്രാൻസിന്റെ തെക്ക് പടിഞ്ഞാറുള്ള ജിറോണ്ട് പ്രദേശത്ത് നിന്നും വന്ന ദേശീയ അസംബ്ലിയിലെ അംഗങ്ങളായിരുന്നു ഇവരിൽ ചിലർ. ജാക്കോബിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ മിതവാദ നിലപാടുകൾ സ്വീകരിച്ചു. ഭൂവുടമകളും വ്യാപാരികളുമായ ഉന്നത വർഗക്കാരുടെ പ്രതിനിധികളായിരുന്നു ജിറോണ്ടിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി പറയാണ് അതേ കിടക്കുന്നു ഗില്ലറ്റിന്റെ പിക്ചർ. വിപ്ലവ കലണ്ടർ. എന്താണ് വിപ്ലവ കലണ്ടർ?
ഫ്രാൻസിൽ നിലവിലുണ്ടായിരുന്ന ഗ്രിഗോറിയൻ കലണ്ടറിന് പകരമായി 1793 ഒക്ടോബറിൽ നിലവിൽ വന്ന കലണ്ടറാണിത്. വിപ്ലവ കലണ്ടർ എന്ന പേരിൽ പ്രശസ്തമായ ഈ കലണ്ടർ തുടങ്ങുന്നത് ഫ്രാൻസ് റിപ്പബ്ലിക്കായി മാറിയ 1792 സെപ്റ്റംബർ 22. ഫ്രാൻസ് എന്നാണ് റിപ്പബ്ലിക്കായത്? 1792 സെപ്റ്റംബർ 22. ഈ കലണ്ടറിൽ 7 ദിവസങ്ങളുള്ള ആഴ്ചകൾക്ക് പകരം 10 ദിവസങ്ങൾ വീതമുള്ള 3 ദശകങ്ങളാണ്, ഡെക്കേഡ്സ് ആണ് ഉണ്ടായിരുന്നത്. ഈ കലണ്ടർ പൂർണ്ണമായും ഒരു മതേതര കലണ്ടർ ആയിരുന്നു. വിപ്ലവത്തിന്റെ 12ാം വർഷം വരെ ഈ കലണ്ടറാണ് ഫ്രാൻസിൽ ഉണ്ടായിരുന്നത്. അതാണ് വിപ്ലവ കലണ്ടർ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഗില്ലറ്റിൻ പറയുകയാണ്, ഫ്രഞ്ച് വിപ്ലവകാലത്ത് കൂടുതൽ പേരെ ശിരച്ഛേദം ചെയ്ത് വധിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഭയാനകമായ ഉപകരണമാണ് ഈ പറയുന്ന ഗില്ലറ്റിൻ. ഈ ആശയം നിർദ്ദേശിച്ച ഡോക്ടർ ജോസഫ് ഇഗ്നാസ് ഗില്ലോട്ടിന്റെ പേരിലാണ് ഇതറിയപ്പെടുന്നത്. ലൂയി 16 രാജാവിനെയും മേരി അന്റോണിറ്റ് രാജ്ഞിയെയും ഗില്ലറ്റ് ഉപയോഗിച്ചാണ് വധിക്കുന്നത്. ഭീകരവാഴ്ചയുടെ കാലത്ത് വിപ്ലവ നേതാവായിരുന്ന റോബസ്പിയറിനെയും ഗില്ലറ്റിന് വിധേയമായി. ഇതാണ് ഗില്ലറ്റ് എന്ന് പറയുന്നത്. പുതിയ ഭരണഘടന നിലവിൽ വരുന്നു. ഭീകരവാഴ്ച അവസാനിച്ച ശേഷം 1795 ഫ്രാൻസിൽ ഒരു പുതിയ ഭരണഘടന നിലവിൽ വന്നു. ഇത് പ്രകാരം 5 അംഗങ്ങൾ അടങ്ങിയ സമിതിയാണ് ഭരണം നിർവഹിച്ചത്. ഈ ഭരണ സംവിധാനം ഡയറക്ടറി എന്ന് വിളിക്കപ്പെട്ടു. അഴിമതിയും കെടുകാര്യസ്ഥതയും ഡയറക്ടറിയുടെ തകർച്ചയ്ക്ക് കാരണമായി തീർന്നു. ജനങ്ങൾ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുകയും അവർക്ക് പുതിയ ഗവൺമെന്റിൽ വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. വിപ്ലവമൊക്കെ കഴിഞ്ഞു, രാജാവിനെയൊക്കെ കൊന്നു, പുതിയ ആൾക്കാരൊക്കെ വന്നു. പക്ഷെ അവർക്ക് എന്താണ്, അവിടെയും എന്താണ് ഈ പറയുന്ന ഒരു സക്സസ് ആയി വന്നില്ല എന്ന്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അനന്തരഫലങ്ങൾ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഏറ്റവും പ്രകടമായ ഫലം ഫ്രാൻസിലെ ഫ്യൂഡലിസത്തിന്റെ തകർച്ചയാണ്. പഴയ ഭരണത്തിൽ ഉണ്ടായിരുന്ന നിയമങ്ങൾ വിപ്ലവത്തോടെ ഇല്ലാതെയായിട്ട് മാറുന്നുണ്ട്. സഭയുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി ഇടത്തരക്കാരുടെ കൈവശമായി തീർന്നു. പ്രഭുക്കളുടെ ഭൂമി കണ്ടുകെട്ടുകയും അവർക്കുണ്ടായിരുന്ന എല്ലാത്തരം ആനുകൂല്യങ്ങളും നിർത്തലാക്കുകയും ചെയ്തു. ഏകീകൃത അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കിയതോടെ അളവ് തൂക്കങ്ങളിലെ കൃത്യതയില്ലായ്മ അവസാനിച്ചു. ആധുനിക ദേശീയത എന്ന ആശയം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സംഭാവനയാണ്. ആധുനിക ദേശീയത ഏത് വിപ്ലവത്തിന്റെ സംഭാവനയാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെതാണ്. ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് രാജവംശത്തിലൂടെ അല്ലാതെ ദേശീയ സ്വഭാവത്തിലൂടെ പ്രകടമാക്കാൻ തുടങ്ങിയത് ഫ്രഞ്ച് വിപ്ലവം മുതലാണ്. രാഷ്ട്രം എന്ന സങ്കല്പം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിലവിൽ വന്നതും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. ഫ്രാൻസ് എന്നത് ഒരു ഭൂപ്രദേശം മാത്രമല്ല, ഫ്രഞ്ച് ജനത ഒന്നാകെയാണ് എന്ന ആശയം ഇതോടെ പ്രഖ്യാപിക്കപ്പെട്ടു. ദേശീയ ജനതയ്ക്കൊപ്പം വളർന്ന മറ്റൊരു ആശയമാണ് ജനാധിപത്യ ഭരണക്രമം. ജനങ്ങളുടെ പരമാധികാരം എന്ന റൂസോയുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജനങ്ങളുടെ പരമാധികാരം ആരുടെ ആശയമാണ്? റൂസോ. ജനായത്ത ഭരണത്തിന് അടിത്തറയിട്ടതും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലത്താണ്. 19, 20 നൂറ്റാണ്ടുകളിൽ ഏഷ്യയിലെയും ആഫ്രിക്കയിലും നടന്ന ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള സമരങ്ങളെയും ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് നെപ്പോളിയൻ. ആരാണ് നെപ്പോളിയൻ എന്ന് പറയുന്നത്? ഫ്രാൻസിന്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എന്റെ തലയിൽ വെച്ചു. ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഡയറക്ടറിനെ പുറത്താക്കി അധികാരം പിടിച്ചെടുത്ത നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ വാക്കുകളാണിത്. നെപ്പോളിയൻ ഈ വാക്കുകളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് അരാജകത്വത്തിലേക്ക് വഴുതി മാറിയിരുന്ന ഫ്രഞ്ച് സമൂഹത്തെയും തന്റെ കരുത്തുകൊണ്ട് ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തതിനുമാണ് നെപ്പോളിയൻ ഈ വാക്കുകൾ വ്യക്തമാക്കുന്നത്. മൊത്തത്തിൽ താറുമാറായി കിടന്ന സ്ഥലത്തായിരുന്നു. അവിടെ പോയിട്ട് തന്റെ കരുത്തുകൊണ്ട് ഞാൻ എന്റെ വാളുകൊണ്ട് അത് വൃത്തിയാക്കി എന്നാ പറഞ്ഞത്. വാളുകൊണ്ട് എടുത്തു, അത് വൃത്തിയാക്കി എന്റെ തലയിൽ വെച്ചു. കാര്യം അത്രയ്ക്ക് താറുമാറായി കിടന്ന ആ ഒരു ഫ്രാൻസിലെ എന്താണ് അധികാരവും മൊത്തം ഭരണഘടനയും ഒക്കെ താറുമാറായി കിടന്ന സമയത്താണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് വന്നിട്ട് അവിടെ പിടിച്ചെടുക്കുന്നത്. ഫ്രഞ്ച് സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറൽ ആയിരുന്നു നെപ്പോളിയൻ. ഡയറക്ടറിക്ക് പകരം 3 കോൺസൽമാർ അടങ്ങുന്ന ഒരു പുതിയ ഭരണ സംവിധാനം നെപ്പോളിയൻ സ്ഥാപിച്ചു. ഇതിന്റെ 1ാം കോൺസൽ നെപ്പോളിയൻ തന്നെയായിരുന്നു. താമസിയാതെ നെപ്പോളിയൻ ഫ്രാൻസിന്റെ ചക്രവർത്തിയായി സ്വയം അധികാരമേറ്റു. തുടർന്ന് അദ്ദേഹം ഫ്രാൻസിൽ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അദ്ദേഹം കൊണ്ടുവന്ന നിയമപരിഷ്കാരങ്ങളാണ് നെപ്പോളിയൻസ് കോഡ്. നെപ്പോളിയൻ കോഡ് എന്ന് പറഞ്ഞ നെപ്പോളിയന്റെ നിയമസംഹിത. ഫ്യൂഡൽ നിയമങ്ങൾ അവസാനിപ്പിക്കുകയും സമത്വവും മതസ്വാതന്ത്ര്യവും അംഗീകരിക്കുകയും ചെയ്തു. അടുത്തതാണ് കൺകോർഡറ്റ്. അതായത് നെപ്പോളിയനും പോപ്പും തമ്മിലുണ്ടാക്കിയ കരാർ അറിയപ്പെട്ട പേരാണ് കൺകോർഡറ്റ്. പഠിച്ചു വെക്കണേ, കൺകോർഡറ്റ്. പോപ്പുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം കത്തോലിക്ക സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചു. മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചു. നെക്സ്റ്റ് ആണ് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ. വിദ്യാഭ്യാസം സാർവത്രികമാക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടു. ലിസൈ എന്ന പേരിൽ
സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. സർക്കാർ സർവീസിലേക്കും സൈന്യത്തിലേക്കും ആവശ്യമുള്ള വിദ്യാസമ്പന്നരെ സൃഷ്ടിക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ ഒരു ദേശീയ സർവകലാശാല സമ്പ്രദായം ആരംഭിക്കുന്നതാരാണ്? നെപ്പോളിയനാണ്. ഈ സംവിധാനത്തിലൂടെ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ നിയന്ത്രിച്ചു. നെക്സ്റ്റ് ആണ് സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ബാങ്ക് ഓഫ് ഫ്രാൻസ് നടപ്പിലാക്കുകയും ഏകീകൃത കറൻസി സംവിധാനം നടപ്പിലാക്കുകയും ചെയ്തു. സൈന്യത്തെ പല ബറ്റാലിയനുകളായിട്ട് പുനഃസംഘടിപ്പിച്ചു. അതാണ് അദ്ദേഹം കൊണ്ടുവന്ന സൈനിക പരിഷ്കാരങ്ങൾ. ഫ്രാൻസിന്റെ ശത്രുക്കളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ നെപ്പോളിയൻ നിരവധി യുദ്ധങ്ങൾ നടത്തി. ഓസ്ട്രിയ, പ്രഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ അദ്ദേഹം യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. നെപ്പോളിയന്റെ മുഖ്യ ശത്രു ആരായിരുന്നു? ബ്രിട്ടനായിരുന്നു. മികച്ചൊരു നാവിക ശക്തിയായ ബ്രിട്ടനെ നേരിട്ട് കീഴടക്കാൻ സാധ്യമല്ല എന്നറിയാമായിരുന്നു നെപ്പോളിയൻ ബ്രിട്ടനെ സാമ്പത്തികമായി തകർക്കാനുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. ഇതിനായി ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു കോണ്ടിനെന്റൽ വ്യവസ്ഥ. ഇത് പ്രകാരം ഫ്രാൻസിന്റെ അധീനതയിലുള്ളതോ ഫ്രാൻസുമായി സൗഹൃദത്തിലുള്ളതോ ആയ രാജ്യങ്ങളെ ബ്രിട്ടനുമായി വ്യാപാരത്തിൽ നിന്ന് വിലക്കി. ആ അവസ്ഥ ഇത് പറയുന്ന പേരാണെന്ത്? കോണ്ടിനെന്റൽ വ്യവസ്ഥ. ഇതിൽ പൂർണ്ണ വിജയം കൈവരിക്കാൻ നെപ്പോളിയന് കഴിഞ്ഞില്ല. മാത്രമല്ല ബ്രിട്ടനുമായുള്ള തുടർച്ചയായ യുദ്ധങ്ങളിലേക്കും ഇത് നയിച്ചു. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ ബ്രിട്ടൻ നെപ്പോളിയൻ മേൽ അന്തിമ വിജയം നേടി. അപ്പൊ വാട്ടർലൂ യുദ്ധം 1815 ബ്രിട്ടൻ ആരെ തോപ്പിക്കുന്നുണ്ട്? നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ തോപ്പിക്കുകയാണ്. യൂറോപ്പിന്റെ ഭൂപടം മാറ്റി വരയ്ക്കപ്പെടുന്നു. നെപ്പോളിയന്റെ പരാജയത്തിന് ശേഷം യൂറോപ്പിലെ രാജ്യങ്ങൾ 1815 ഓസ്ട്രിയയിലെ വിയന്നയിൽ യോഗം ചേർന്ന ചില സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ഇതാണ് വിയന്ന സമ്മേളനം. 1815 വിയന്ന സമ്മേളനം ഓസ്ട്രിയയിലാണ്. ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ഓസ്ട്രിയൻ ചാൻസലറായിരുന്ന മെറ്റേണിച്ച് ആയിരുന്നു. വിയന്ന സമ്മേളനത്തോടുകൂടി യൂറോപ്പിലെ ഫ്രഞ്ച് മേധാവിത്വം അവസാനിക്കുകയാണ്. പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് പറയുന്നത്. യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുള്ള രാജഭരണം പുനഃസ്ഥാപിക്കുക. ഫ്രാൻസിലെ ബുർബൺ രാജഭരണം പുനഃസ്ഥാപിക്കുക. ബ്രിട്ടന്റെ നാവിക മേധാവിത്വവും റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ ആധിപത്യവും അംഗീകരിക്കുക. മധ്യ യൂറോപ്പിൽ ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിക്കുക. ഈ പോയിന്റ്സ് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ചിലപ്പോൾ കയറി ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിക്കാം. താഴെ തന്നിരിക്കുന്നതിൽ വിയന്ന സമ്മേളനത്തിന്റെ തീരുമാനങ്ങൾ ഏതെല്ലാം, അല്ലെങ്കിൽ അവയിൽ ശരിയായത് എന്തൊക്കെയാണ്? യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുള്ള രാജഭരണം പുനഃസ്ഥാപിക്കുക. ഫ്രാൻസിൽ ബുർബൺ രാജഭരണം, നമ്മൾ പറഞ്ഞു ഫ്രാൻസിൽ ആദ്യം ഉണ്ടായിരുന്ന ബുർബൺ രാജാക്കന്മാരാണ്, അത് പുനഃസ്ഥാപിക്കുക. ബ്രിട്ടന്റെ നാവിക മേധാവിത്വവും റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ ആധിപത്യവും അംഗീകരിക്കുക. മധ്യ യൂറോപ്പിൽ ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിക്കുക. ഇതൊക്കെയായിരുന്നു വിയന്ന സമ്മേളനത്തിന്റെ തീരുമാനങ്ങൾ. സ്വാതന്ത്ര്യത്തിന്റെ മരം എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു ആലങ്കാരിക പ്രയോഗമായിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ മരം. ഫ്രാൻസിൽ ഇത് അക്ഷരാർത്ഥത്തിൽ പ്രായോഗികമായി. ഫ്രഞ്ച് വിപ്ലവകാലത്ത് പൊതുസ്ഥലങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയിൽ മോചനത്തിന്റെ പ്രതീകമായി പോന്നിരുന്ന ചുവന്ന ഫ്രിജിയൻ തൊപ്പികൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അത് തൂക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുമായി നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്ന മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ തലസ്ഥാനത്ത് ശ്രീരംഗപട്ടണത്ത് അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടു. സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടതിലൂടെ ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവാശയങ്ങളോടുള്ള തന്റെ ആഭിമുഖ്യം ബ്രിട്ടീഷ് വിരോധവും പ്രകടമാക്കി. അതായത് സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ട നമ്മുടെ ചോദിച്ചിട്ടുണ്ട് ആരാണ്? ടിപ്പു സുൽത്താൻ ആയിരുന്നു. ആധുനിക ലോക ചരിത്രത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. ഫ്രാൻസിലെ സാധാരണക്കാരും മധ്യവർഗവും ചേർന്ന് തങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്കായി നടത്തിയ മുന്നേറ്റമായിരുന്നു ഇത്. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങൾ പിൽക്കാലത്ത് ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുകയുണ്ടായി. ഇതോടെ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ കഴിയുകയാണ്. നല്ല ഡീറ്റെയിൽ ആയിട്ട് കഥ പോലെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. തുടക്കം മുതൽ എന്താണ് അവസാനം വരെ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അവസാനം വരെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയായിരുന്നു എന്ന് വരെ നല്ല വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 10ാം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റ് ബുക്കിലെ ആ ഒരു വിപ്ലവങ്ങളും കൂടി ഒന്ന് പഠിച്ചു വെക്കണം. കാര്യം അമേരിക്ക അതൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക് കയറി. അപ്പോൾ നമുക്ക് SCERT പുതിയ 10ാം ക്ലാസ്സിലേക്ക് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വന്നു തുടങ്ങി. അപ്പം നമുക്ക് പുതിയൊരു ചാപ്റ്ററുമായി വീണ്ടും കാണാം. താങ്ക്